അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കുടുംബമായി ഒരുമിച്ച് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാനുള്ള അവസരത്തിന് 1000 നന്ദി പറയുന്നു. ഇത് എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. അത് എൻ്റെ മകൻ ജുവാൻ്റെ രോഗസൗഖ്യത്തെ കുറിച്ചുള്ള സാക്ഷിയാണ്. ആദ്യത്തേതും അവൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചുള്ള സാക്ഷിയായിരുന്നു. ഇതും അസുഖമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വേറൊരു അസുഖം രോഗസൗഖ്യം ലഭിച്ചതിനുള്ള സാക്ഷ്യം. കഴിഞ്ഞ ഓഗസ്റ്റ് 9 എൻ്റെ മോനൊരു പനി വന്നു. ഞങ്ങൾ ഒമാനിലായിരുന്നു. സാധാരണ ഒരു പനി. രാവിലെ പനി വന്നെങ്കിൽ ഞങ്ങൾ അന്ന് വൈകിട്ട് ഡോക്ടറെ കാണിച്ചു. ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തു. 2 ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് കുറയാണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അഡ്മിറ്റായി ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞു. അഡ്മിറ്റായി. ഞങ്ങളങ്ങനെ 2 ദിവസം കിടന്നു. പനി അവൻ്റെ കുറഞ്ഞു. ഇൻഫെക്ഷൻ ഉണ്ടായതിൻ്റെ അവർ ഡെങ്കു ആണോ അല്ലെ H1N1 ആണോ അതൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതും നോർമലായി നെഗറ്റീവ് ആയതുകൊണ്ട് പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. 13 വെളുപ്പിന്. അതിന് തൊട്ട് മുമ്പ് വരെ അവൻ വളരെ ആക്റ്റീവായിട്ട് കളിച്ച് ഡോക്ടർ കൈമത്തെ ട്രിപ്പ് പോയിക്കൊണ്ടിരുന്ന ട്യൂബ് അത് ഊരിത്തരാം മോൻ കളിച്ചോ എന്ന് പറഞ്ഞ് അത്ര ആക്റ്റീവായിട്ട് അവൻ കളിച്ചുകൊണ്ടിരുന്ന് അവനെയാണ് ബെഡിൽ ഉറക്കാനായിട്ട് ഞാൻ കെടുത്തി. അപ്പോൾ തന്നെ നല്ല ക്ഷീണം കൊണ്ട് അവൻ ഉറങ്ങിപ്പോയായിരുന്നു. ഞാനും ലൈറ്റ് കെടുത്തി, മൂത്തവനെയും കെടുത്തി കെടുക്കാൻ വരുന്ന ഗ്യാപ്പിൽ അവന് ബെഡിൽ എഴുന്നേറ്റിരുന്നു. വൊമിറ്റ് ചെയ്ത സമയത്ത് ആളുടെ റെസ്പോൺസ് കുറഞ്ഞു. ഫേസിൻ്റെ അവിടെ ബ്ലൂ കളറായിരുന്നു. അപ്പോൾ ഞാൻ നഴ്സിനെ വിളിച്ചു. പറഞ്ഞപ്പോൾ അവർ പ്രോബ് വന്ന് കണക്ട് ചെയ്ത് സാച്ചുറേഷൻ ചെക്ക് ചെയ്തപ്പോൾ കുറവായിരുന്നു. പക്ഷെ അത് വീണ്ടും നോർമലായി. അങ്ങനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഉണ്ടായി, അതും നോർമലായി സാച്ചുറേഷൻ. മൂന്നാമത് വീണ്ടും സാച്ചുറേഷൻ ഡൗൺ ആയി പോയി. അതിനുശേഷം പിന്നെ അവൻ കോൺഷ്യസ് ആയിട്ടില്ല. അവൻ്റെ ഒട്ടും റെസ്പോൺസ് ഇല്ല. മരിച്ചതിന് തുല്യമായിട്ടാണ് അവൻ എടുക്കണേ. കണ്ണൊക്കെ മറിഞ്ഞു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് അത് ഫിക്സ് വന്നതിൻ്റെയാണ്. അത് ഉടനെ വെന്റിലേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ പീഡിയാട്രിക് ICU ഇല്ല. അവർ എയർവേ ചെയ്തു. പീഡിയാട്രിക് ICU ഉള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അവിടെ അഡ്മിഷനൊക്കെ അങ്ങനെ പീഡിയാട്രിക് ICU ഉള്ള ഹോസ്പിറ്റലിൽ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി. അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞത്, ന്യൂറോ ഡോക്ടർ പറഞ്ഞത്, ഇവൻ്റെ ഫിക്സ് നമുക്ക് പുറത്തേക്ക് കാണുന്നത് കൂടാതെ ബ്രെയിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഫിക്സ് പല സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെഡേഷൻ കൊടുക്കുക. അങ്ങനെ ഫിക്സ് സ്റ്റോപ്പ് ആവുന്ന രീതിയിൽ അവർ സെഡേഷൻ്റെ ഡോസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് മെഡിക്കലി കോമയിലാക്കണ രീതിയിൽ എത്തിയിട്ടാണ് അവൻ്റെ ഫിക്സ് സ്റ്റോപ്പായത്. പക്ഷേ അങ്ങനെ നമുക്ക് 2 ദിവസത്തിനും കൂടുതൽ അങ്ങനെ കെടുത്താൻ പറ്റില്ല. ഡോസ് കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വെന്റിലേഷൻ സപ്പോർട്ടോടും ഡോക്ടറും നേഴ്സൊക്കെ കൂടി ഞങ്ങൾ അവനെ എയർലിഫ്റ്റ് ചെയ്തു അമൃതയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവനവിടെ ICUവിൽ ഒമാനിൽ ICUവിൽ കിടന്ന സമയത്തെല്ലാം നല്ലൊരു ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയതും. ഇവൻ ICUവിൽ കിടന്ന സമയത്ത് ആദ്യത്തെ 13 അഡ്മിറ്റ് ആയത്. 15 ഇവിടെ അവൻ ICUവിൽ എടുക്കുന്ന ഫോട്ടോയും കൊണ്ട് മമ്മിയും ചേട്ടനും കൂടി വന്നിട്ട് ഫോട്ടോ അച്ഛനെ കാണിക്കാനായിട്ട് ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അച്ഛനന്ന് ഇവിടെ ടോക്കൺ എടുത്ത് കാണുന്നത് കഴിഞ്ഞു. അയർലൻഡിലേക്ക് പോകാനായിട്ട് കാറിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് നിന്നപ്പോൾ ഫോട്ടോ കൊണ്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ മാതാവിൻ്റെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് അച്ഛൻ അന്ന് പറഞ്ഞ് അവൻ്റെ ഫോട്ടോയിൽ കൈവച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അന്ന് തന്നെ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ കുട്ടികൾക്ക് വേണ്ടി, രോഗം ഉള്ള കുട്ടികൾക്ക് വേണ്ടി, അത് കുറഞ്ഞും വീണ്ടും വരുന്നു ആ അവസ്ഥയിലുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചായിരുന്നു. അത് കഴിഞ്ഞ് വന്ന 19 ചൊവ്വാഴ്ചയിലത്തെ ധ്യാനത്തിൽ ഇവൻ്റെ അടുത്ത് ആ ധ്യാനം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും രോഗസൗഖ്യ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങളുടെ ഏതെങ്കിലും ആവശ്യങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് സമർപ്പിച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഇവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, ബ്രെയിനിന് അസുഖമുള്ള വ്യക്തിയെ സുഖപ്പെടുത്തുന്നതായിട്ട് അച്ഛൻ്റെ മെസ്സേജ് കിട്ടുന്നതായിട്ട് പറഞ്ഞു. അതൊക്കെ ഈ ഇത്രയും ദിവസങ്ങൾ
മൊത്തം 71 ദിവസമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നത്, 55 ദിവസം ICUയിലും. ആ സമയത്തൊക്കെ പിടിച്ചിട്ടുള്ള ശക്തി കിട്ടിയത് ഈ ഒരു വിശ്വാസവും ഇവിടെ ധ്യാനത്തിലൂടെയുള്ള അച്ഛൻ്റെ ഓരോ മെസ്സേജസും ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു, അമൃതയിലെത്തി. അപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള കുട്ടി എന്തോരം തിരിച്ചു വരുന്നു നമുക്ക് ഞങ്ങൾക്ക് അവർക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പിന്നെ ടൈം എടുക്കും. അതുപോലെ ഫിനാൻഷ്യലി ആയാലും നമ്മൾ ഹോസ്പിറ്റലിൽ അത്രയും ദിവസം നിൽക്കാനുമായിട്ടുള്ള ഞങ്ങളെ മെൻ്റലി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കൗൺസിലിംഗ് ആയിരുന്നു അവരുന്ന് അത് ഞങ്ങൾക്ക് തന്നിരുന്നത്. ഇതേപോലെ സെയിം അസുഖം വന്ന കുട്ടികൾ, കോംപ്ലക്സ് ആയിട്ടുള്ളൊരു അസുഖമാണ്, പക്ഷേ അതുപോലെ അസുഖം വന്ന കുട്ടികൾ അവിടെ 7 മാസമായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും ടൈം എടുക്കും എന്നുള്ളൊരു കൗൺസിലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നിരുന്നത്. അങ്ങനെ ഞങ്ങളെ മെൻ്റലി പ്രിപ്പയർ ചെയ്തു. പക്ഷേ അപ്പോഴും നമ്മൾ അതിൻ്റെ കൂടെ ഡോക്ടർ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇവന് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മുന്നത്തെ ഒരു അസുഖത്തിന് ഞാൻ സാക്ഷ്യം പറഞ്ഞല്ലോ, അതും ഒരു കോംപ്ലക്സും റയറായിട്ടുള്ളൊരു അസുഖമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ ഒരു അസുഖമുള്ളൊരു കുട്ടി, അതും ആൺകുട്ടിയാണെങ്കിൽ ജീവിക്കില്ലായിരുന്നു, 7 വർഷം നിങ്ങൾക്ക് ഇവനെ കിട്ടിയത് ഭാഗ്യമാണെന്നാണ് ഞങ്ങളോട് ഡോക്ടർ അന്ന് ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞതും. അപ്പോൾ അത് ഭാഗ്യമല്ല, നമുക്ക് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് മോനെ. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഡോക്ടർ ഇങ്ങനെ നമ്മളെ കൗൺസിലിംഗ് ചെയ്തെങ്കിൽ ഇതിൽ നിന്നും രക്ഷപ്പെട്ട് അവൻ ആക്റ്റീവായിട്ട് വരും. ഇവിടെ സാക്ഷ്യം പറഞ്ഞ ഇവന് വേണ്ടി സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഇതാണ് ഞാനിവിടെ. അപ്പോൾ അത് ആരും അന്ന് സാക്ഷ്യം പറഞ്ഞ കുട്ടിയല്ലേ ഈ വയ്യാണ്ട് കിടക്കുന്നതെന്ന് എന്നോട് ആരും ചോദ്യം ചെയ്യേണ്ടി വരരുതല്ലോ. അതും മാതാവിനും കൂടി അതിലപ്പോൾ അവനെ ഓക്കെ ആക്കിയിട്ട് വരത്തേണ്ട ഒരു ഉത്തരവാദിത്തം ഇതുണ്ടല്ലോ. അപ്പോൾ വരും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയണത് ഇപ്പോൾ മെഡിക്കലി കോമയിലാക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ സ്വയം ശ്വാസം പോലും എടുക്കുന്നില്ല. അവിടെ നിന്ന് ആ സെഡേഷൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരിക, അപ്പോൾ ഫിക്സ് വരും, അതിനെ ട്രീറ്റ് ചെയ്യുക, ആ രീതിയിലായിരുന്നു അവരുടെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോൾ അവന് വീണ്ടും ഫിക്സ് വരും. അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഞങ്ങളിവിടെ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഹസ്ബൻഡും കൂടി വന്ന് വീണ്ടും ഉടമ്പടി എൻ്റെ പുതുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു. വരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ഇവൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ സെഡേഷൻ്റെ ഡോസ് കുറച്ച് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കുറച്ച് തുടങ്ങിയപ്പോൾ അവൻ കണ്ണൊക്കെ തുറക്കാൻ തുടങ്ങിയായിരുന്നു. ഞാൻ അവനെ കാണാനായിട്ട് ചെന്നപ്പോൾ അവൻ കണ്ണ് തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു, സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു. സംസാരിച്ചോളാൻ പറഞ്ഞു. അവൻ അങ്ങനെ സെഡേഷനിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഉപബോധ മനസ്സിലത് കേൾക്കുന്നുണ്ടായിരിക്കുന്ന ഒരു മുന്നേ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അടുത്ത് പോയിട്ട് ചേട്ടിൽ പറഞ്ഞു, അമ്മ നാളെ കൃപാസനത്തിലേക്ക് പോകുന്നു അവനോട് പറഞ്ഞു. അപ്പോൾ 16 ദിവസത്തിന് ശേഷം അന്നാണ് അവൻ ആദ്യമായിട്ട് അവൻ്റെ റെസ്പോൺസ് ഞങ്ങൾ കണ്ടത്. ചിരിച്ചു അവനൊന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അത്രയും ദിവസം ഒരു അനക്കൂലണ്ടൊക്കെ കിടന്നിരുന്നത്, അത് അവൻ ചിരിച്ചതും ഞാനിങ്ങനെ കൃപാസനത്തിൽ പോവാമെന്ന് പറഞ്ഞപ്പോഴാണല്ലോ. അപ്പോൾ എനിക്ക് വീണ്ടും നല്ല ധൈര്യമായി. അങ്ങനെ ഞങ്ങൾ നല്ല ഇനിയും എല്ലാം ഓക്കെ ആവുന്നുള്ള വിശ്വാസത്തിലാണ് വീണ്ടും കൃപാസനത്തിലേക്ക് അന്ന് പിറ്റേ ദിവസം വന്നു ഇങ്ങോട്ട്. അങ്ങനെ ഉടമ്പടി പുതുക്കി ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരിച്ചു ചെന്നു. പക്ഷെ തിരിച്ചു ചെന്നപ്പോൾ അവന് വീണ്ടും ഫിക്സ് വന്നിട്ട് കിടക്കേണ്ടതാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഇൻഫെക്ഷൻ ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു, ഇൻഫെക്ഷൻ വന്നിട്ട് ഫിക്സ് വീണ്ടും വന്നേക്കായിരുന്നു. പിന്നെ അവർ വീണ്ടും അത് മരുന്നിൻ്റെ ഡോസ് കുറച്ച് തുടങ്ങിയപ്പോഴാണല്ലോ ഫിക്സ് വന്നത്. അപ്പോൾ വീണ്ടും മരുന്ന് കൊടുത്തു. അങ്ങനെ മരുന്ന് ഡോസ് പിന്നെയും കുറയ്ക്കുമ്പോൾ എല്ലാ ചൊവ്വാഴ്ചകളിലായിരിക്കും സാറ് അവനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറയാം. അവർ ICUന്ന് ഷിഫ്റ്റ് ചെയ്യണേക്കാളും മുന്നേ മെഡിസിൻ്റെ ഡോസൊക്കെ കുറച്ച് ഇഞ്ചക്ഷൻ പോണ ഫിക്സിൻ്റെ മരുന്നുകളൊക്കെ ഗുളികയാക്കും. ആ സമയത്താണ് ഇവന് വീണ്ടും ഫിക്സ് വരാറ്, മരുന്ന് ഇഞ്ചക്ഷൻ കുറച്ച് ഗുളികയാക്കുമ്പോൾ. അങ്ങനെ പിന്നത്തെ ഒരു ദിവസം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാതാവിനെ കാണാൻ വേണ്ടി അവിടെ എന്തായാലും ICUവിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മാതാവിനെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ ഹസ്ബൻഡും കൂടി ഒരു ദിവസം ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇരുന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് പോയുള്ളൂ. അന്നപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എനിക്ക് അച്ഛനെ കാണാനും പറ്റിയായിരുന്നു. അന്ന് ഞാനും മമ്മിയും കൂടിയാണ് വന്നത്. അതിന് മുൻപ് വന്നപ്പോൾ ഇവിടെ ഇരുന്ന് മാതാവിനെ കണ്ട് കൊന്തളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ മാതാവിനെ നോക്കിയിട്ട് മാതാവിൻ്റെ മുഖത്ത് നോക്കും, ഇവിടെ തലയിൽ കൈ തൊട്ട് പ്രാർത്ഥിക്കുന്നവരോട് സംസാരിക്കും. അപ്പോൾ ഞാൻ മാതാവ് ഇത്ര അടുത്തുനിന്ന് അച്ഛനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് സംസാരിച്ചൂടെ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഷട്ട് ഡൗൺ എന്നൊരു വേർഡ് ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു, കേട്ടു ഞാനത്. അപ്പോൾ ഇവൻ്റെ രോഗത്തിൻ്റെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്
ഫയേഴ്സ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് ഒരു കാട്ടു തീ കത്തിയ പോലത്തെ അവസ്ഥ. തീ ഫയർ എഞ്ചിൻ വന്ന് നമ്മൾ അടച്ചാലും ചിലപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് അടച്ചാലും അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് തീപ്പൊരി കിടന്നാൽ വീണ്ടും കത്തി വരാം. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഷട്ട് ഡൗൺ ഞാൻ ആ കൂടി കമ്പ്യൂട്ടറിൻ്റെ ഷട്ട് ഡൗൺ മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഞാൻ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കി, ചാറ്റ് ജി പി ടിയിൽ അടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ഇലക്ട്രിക്കൽ സപ്ലൈ ഒക്കെ സ്റ്റോപ്പ് ആവണമെന്നുള്ളതിനും അത് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെയും ഒരു ധൈര്യം കിട്ടാൻ ഇതൊക്കെ ധൈര്യം ശക്തി ഇതൊക്കെ തന്നായിരുന്നു. മാതാവ് എന്നോട് സംസാരിച്ചതായിട്ട് ഞാനത് വിശ്വസിച്ചു. അങ്ങനെ വീണ്ടും തിരിച്ച് അവനെ കാണാൻ ചെന്നു. അന്ന് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് അന്ന് കൃപാസനത്തിലേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ നിൽക്കണ സമയത്ത് അവനെ പോയി ഞാൻ കാണുമ്പോൾ അവൻ കുറച്ച് ഫിക്സ് ഇതുപോലെ മരുന്ന് കുറച്ചപ്പോൾ വീണ്ടും വന്നിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടർ അപ്പോഴൊന്നും വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റണ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു 2 മണിക്കൂർ നേരത്തേക്ക് അവനെ വെൻ്റിലേറ്ററിൽ നിന്ന് എടുത്ത് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുമ്പോൾ ആ ന്യൂസ് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഇങ്ങോട്ട് പോരുമ്പോൾ പോലും അവനെ ഫിക്സ് വന്ന് അങ്ങനൊരു പ്രതീക്ഷയുള്ള വെൻ്റിലേറ്ററിൽ നിന്ന് എടുക്കുന്നുള്ള പ്രതീക്ഷയിലല്ല പോകുന്നത്. അങ്ങനെ ഇവിടെ സാക്ഷ്യം പറയാതിരിക്കുന്ന സിസ്റ്ററിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഇത്രയും ഉണ്ടായ അനുഭവങ്ങളും പറഞ്ഞു, ഞാൻ ശരിക്കും സാക്ഷ്യം പറയുവനെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അന്ന് പോയത് ഇവിടെ നിന്ന്. അത് കഴിഞ്ഞ് അന്ന് 2 മണിക്കൂർ നേരത്തേക്ക് എടുത്തു. പിന്നെ 4 മണിക്കൂർ 6 മണിക്കൂറായി. രാവിലെ നേരങ്ങളിലൊന്നും വെൻ്റിലേറ്റർ സപ്പോർട്ട് ഇല്ലാണ്ടിരുന്നു. പിന്നെ ഫുള്ളായിട്ട് വെൻ്റിലേറ്ററിൽ നിന്ന് എടുക്കാം എന്നുള്ള അവസ്ഥ വന്നു. അങ്ങനെ വെൻ്റിലേറ്ററിൽ നിന്ന് ഫുള്ളായിട്ട് മാറ്റി നോക്കി. അപ്പോൾ അവൻ ഓക്കെ ആയിരുന്നു. അങ്ങനെ വെൻ്റിലേറ്ററിൻ്റെ ട്യൂബ് ഊരേണ്ട സമയം വന്നു. മെഷീൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. വെൻ്റിലേറ്ററിൻ്റെ ട്യൂബ് എടുത്ത് കഴിഞ്ഞപ്പോൾ അവന് ട്രക്കിയയിൽ ഞങ്ങൾ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഒരു ചൊവ്വാഴ്ചയാണ്. അപ്പോൾ മാറ്റും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അവന് ശ്വാസം കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ വെൻ്റിലേറ്ററിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ മുന്നത്തെ അസുഖമായിട്ട് വല്ല ബന്ധമുള്ളതായിരിക്കും. അവൻ്റെ ട്രക്കിയേക്ക് ചുരുങ്ങിയതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ് 75%. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ എമർജൻസി ആയിട്ട് വല്ല സർജറി ചെയ്യേണ്ടി വരും എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് വരെ ഈ അസുഖം ഈ വെൻ്റിലേറ്ററിൽ ഇടുന്നതിന് മുൻപ് വരെ അവൻ ആക്റ്റീവായിട്ട് കളിച്ചിരുന്നതാ. അങ്ങനെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ അങ്ങനെ കളിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഡോക്ടർ CT എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. CT എടുത്ത് നോക്കിയപ്പോൾ അത് അവൻ്റെ വെൻ്റിലേറ്ററിൻ്റെ ട്യൂബ് ഇത്ര ദിവസം കിടന്നതുകൊണ്ടുള്ള ഒരു നീര് വന്നതായിരുന്നു. അങ്ങനെ അപ്പോൾ ആ നീരിനുള്ള മരുന്നും കൊടുത്ത് CPAP മെഷീൻ വെച്ച് അങ്ങനെ സപ്പോർട്ടും കൊടുത്ത് നമുക്ക് നോക്കി നോക്കാം, ഓക്കെ ആയില്ലെങ്കിൽ സർജറി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ CPAP വെച്ച് നീര് പറ്റുള്ള മരുന്നും കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയി. അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ തന്നെ വീണ്ടും ഒരു മരുന്ന് കുറച്ച് ഇഞ്ചക്ഷനൊക്കെ മാറി ടാബ്ലറ്റ് ആക്കാൻ വന്നപ്പോൾ അവന് വീണ്ടും ഫിക്സ് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ അവൻ്റെ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ലോങ് ലാസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അവന് ട്രക്കിയോസ്റ്റമി ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഇങ്ങനെ നമുക്ക് എപ്പോഴും വെൻ്റിലേറ്ററിൽ അത്രയും നാൾ കിടത്താൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്. ട്രക്കിയോസ്റ്റമി ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരികയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ഒരു പ്രൊസീജിയർ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അവനിങ്ങനെ സെഡേഷൻ്റെ ഡോസൊക്കെ കുറച്ച് മരുന്നൊക്കെ ഡോസ് കുറച്ച് വരുമ്പോൾ അവന് ആക്റ്റീവായിട്ട് വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്ഷരമൊക്കെ ഇങ്ങനെ സംസാരിച്ച് കണ്ണ് തുറന്ന് നമ്മളെ ഫുള്ളായിട്ട് അറിഞ്ഞിട്ടൊന്നുമല്ല, എന്നാൽ അങ്ങനെ റെസ്പോൺസ് വന്നൊരു കുട്ടീനെ വീണ്ടും ട്രക്കിയോസ്റ്റമി ചെയ്യുമ്പോൾ അവൻ വീണ്ടും ബാക്കിലേക്ക് പോകില്ല. അപ്പോൾ അതാലോചിച്ച് നമുക്ക് ചെയ്യേണ്ടി വരില്ല, അവന് വരില്ല എന്നുള്ളതിൽ നമ്മളിങ്ങനെ നിന്ന് പ്രാർത്ഥിച്ച്. പക്ഷെ ഡോക്ടർ പറഞ്ഞു ഇനി വേറെ വഴിയില്ല, അവന് ഇടയ്ക്ക് ഫിക്സ് വന്ന് പോകണോണ്ട് നമുക്ക് ട്രക്കിയോസ്റ്റമി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴും ആ നീര് വന്നപ്പോഴും അവരുടെ ഡോക്ടേഴ്സ് വിചാരിച്ചിരുന്നത് അവന് ട്രക്കിയെ മുന്നത്തെ അസുഖത്തിൽ പറഞ്ഞ പോലെ ചുരുങ്ങിയിരിക്കുന്നതാണെന്നാണ്. നമ്മൾ ചുരുങ്ങിയിരിക്കുന്ന ട്രക്കിയുടെ അത് എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലും എമർജൻസി വരും മാത്രം ചെക്ക് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ട്രക്കിയോസ്റ്റമി ചെയ്യാനായിട്ട് അവർ അതിന് മുൻപായിട്ട് ഞങ്ങൾ പെർമിഷനൊക്കെ മേടിച്ചു, ട്രക്കിയോസ്റ്റമിയുടെ ട്യൂബൊക്കെ മേടിച്ചു കൊടുത്തു. അതിന് മുന്നായിട്ട് ബ്രോങ്കോസ്കോപ്പി ചെയ്ത് നോക്കിയിട്ട് ട്രക്കിയോസ്റ്റമി ചെയ്യാമെന്നുള്ള രീതിയിൽ നിന്നിരുന്നത്. അപ്പോൾ ഡോക്ടർ അതിന് മുമ്പ് ഞങ്ങൾ സൈൻ ഇട്ട് കൊടുത്തു ട്രക്കിയോസ്റ്റമി ചെയ്യാനുള്ള രീതിയിൽ. അപ്പോഴും നമ്മൾ ഇത്രയും ഉഷാറായി വന്ന കുട്ടി വീണ്ടും കുറേ ബാക്കിലേക്ക് പോകാനുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ അവന് സംസാരിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അവനെല്ലാം വീണ്ടും പുറകോട്ട് പോകുള്ളൂ. അപ്പോൾ അത് ചെയ്യാണ്ടെന്നുണ്ട്. പക്ഷെ നമുക്ക് വേറെ ഒന്നും നിവർത്തിയില്ല, ഡോക്ടേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. സഞ്ചാരി മാതാവേ മാന്ന് മാത്രം പറഞ്ഞു അവിടെ ഇരുന്നോളൂ അന്ന് പുറത്ത്.
അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്ത് വന്നിട്ട് ഞങ്ങളോട് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഉണ്ട്, അവന് ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഫാക്റ്റ് ഉണ്ട്, അവൻ്റെ ട്രക്കിയയ്ക്ക് നമ്മൾ വിചാരിച്ച ചുരുക്കമൊന്നുമില്ല, എമർജൻസി ആയിട്ട് ട്രക്കിയോസ്റ്റമി ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പോൾ നമുക്കത് ഇതുപോലെ തന്നെ ട്രക്കിയോസ്റ്റമി ട്യൂബർ ഞങ്ങൾ മേടിച്ചതാണ്. അപ്പോൾ അതൊക്കെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നത് മാതാവ് വന്നുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വേറെ ആർക്കും അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. നമ്മളും കുറേ ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ഡോക്ടേഴ്സ് പറഞ്ഞാൽ നമുക്ക് ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് പോന്നു. വീണ്ടും അവർ ട്രക്കിയോസ്റ്റമി ചെയ്യണ്ടെന്നുള്ള തീരുമാനത്തിലെത്തി. വീണ്ടും ഫിക്സ് പിന്നെ അപ്പം സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പം വീണ്ടും ഫിക്സ് വരികയാണെങ്കിൽ അപ്പം നമുക്ക് നോക്കാമെന്നുള്ള രീതിയിൽ നിർത്തി മരുന്നുകളുടെ ഡോസ് വീണ്ടും കുറച്ച് നോക്കും. അപ്പോൾ വീണ്ടും അവന് ഫിക്സ് വീണ്ടും വന്നു. പിന്നത്തെ ഒരു ചൊവ്വാഴ്ച ഇതുപോലെ മാറ്റാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവന് വീണ്ടും വെൻറ്റിലേറ്ററിലാക്കേണ്ടി വന്നായിരുന്നു. ഇനി ഇതുപോലെ ഇടയ്ക്ക് കുറേ നേരം ടൈം എടുത്തിട്ടുള്ള ഫിക്സൊക്കെ വരുന്നത് കൊണ്ട് നമുക്കിങ്ങനെ ഇടയ്ക്ക് വീണ്ടും വെൻറ്റിലേറ്ററിലാക്കുക, ട്യൂബ് എടുക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും വെൻറ്റിലേറ്ററിൽ അർജൻറ്റായിട്ട് ആക്കി. പിന്നെ വരികയാണെങ്കിൽ വീണ്ടും ഇനി വരികയാണെങ്കിൽ വീണ്ടും ട്രക്കിയോസ്റ്റമി ചെയ്യാന്നുള്ള രീതിയിൽ അവർ വീണ്ടും വെൻറ്റിലേറ്ററിലാക്കിയായിരുന്നു. സമയങ്ങളിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുക തന്നെയായിരുന്നു. എല്ലാവരും ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഈ ചൊവ്വാഴ്ച മാറ്റും, അടുത്ത ചൊവ്വാഴ്ച മാറ്റും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അവനെ ICUന്ന് ഈ മരുന്ന് കുറച്ച് ഓക്കെ ആയിട്ട് പുറത്ത് കടത്തിയത് ഒക്ടോബർ 7-ാം തീയതി. അതൊരു ചൊവ്വാഴ്ച ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ അന്നായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച ദിവസങ്ങളൊന്നുമല്ല, മാതാവ് അതിനേക്കാൾ നല്ലൊരു ദിവസം തിരഞ്ഞെടുത്ത് അവൻ അന്ന് ICUന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോൾ സമയത്തും ഇവന് ആകെ എല്ലും തൊലിയായിരുന്നു. പിന്നെ സംസാരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നടക്കാനൊക്കെ നമ്മൾ എല്ലാത്തിനും നമ്മൾ താങ്ങി പിടിക്കണമായിരുന്നു. ഇപ്പം നമ്മൾ അവൻ്റെ വളരെ ചെറിയ കാര്യങ്ങളായാലും ഇപ്പോൾ എങ്ങനെ ഭക്ഷണം കഴിക്കാൻ ടീസ്പൂൺ കൊടുത്താലോ അല്ലെങ്കിൽ പെൻസിൽ കൊടുത്താലോ ഒന്നും എങ്ങനെ പിടിക്കേണ്ടത് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഓരോ ദിവസം ഇമ്പ്രൂവായി വന്നു. ഇപ്പം അവൻ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും, അവൻ്റെ ഗ്രോസ് മോട്ടർ ആക്ടിവിറ്റീസ് എല്ലാതും ഓക്കെ ആയി. ഒരു വശം തളർന്നു പോവും അല്ലെങ്കിൽ സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. ഇപ്പം അവൻ ഇത്രയും ആക്റ്റീവായി ഉഷാറായിട്ട് ദൈവം മാതാവും ഈശോപ്പയും കൂടി ഞങ്ങൾക്ക് തന്നു. ഇവനെ ICUയിൽ കിടന്നിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നവരോടൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവങ്ങളെല്ലാം അടുത്തിരിക്കുന്നവരോട്, അവിടെ കുറേ പേര് വിഷമിച്ചിരിക്കുന്ന സെയിം അവസ്ഥകൾ നമ്മൾ കുറേ പേരെ കണ്ടായിരുന്നു. അവരൊക്കെ അതിനെക്കുറിച്ച് പറയുമായിരുന്നു. അടുത്ത് പള്ളികളിൽ പോയിട്ട് ഞങ്ങൾ പത്രം കൊടുത്തായിരുന്നു. പിന്നെ നമ്മളെ കൊണ്ടാവുന്ന വിധം പൈസ കൊണ്ട് സഹായങ്ങളും ചെയ്യാറുണ്ട്. അവിടെ ഹോസ്പിറ്റലിലും നമ്മൾ ചെയ്തായിരുന്നു. പിന്നെ മുന്നൊക്കെ പറഞ്ഞ പോലെ പള്ളിയിൽ പോകാനായിട്ട് കുർബാന കൂടണം എന്നുള്ളത് നമുക്ക് നാട്ടിലാവുമ്പോഴായിരുന്നു കൂടുതൽ പറ്റുന്നത്. അപ്പം ഇപ്പം മാക്സിമം മുടങ്ങാണ്ട് പള്ളിയിൽ പോകാനായിട്ടും കുർബാന പങ്കെടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളെ ഒമാനിലായിരുന്നു. ഈ അവസ്ഥയിലാണ് അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ ഫോട്ടോ ആണ് അച്ഛനെ കാണിച്ച് അച്ഛൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ചത്. ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ഞാൻ ഹസ്ബൻഡും കൂടി ഇങ്ങോട്ട് വന്നായിരുന്നു, അച്ഛനെ കാണാനായിട്ട് വന്നായിരുന്നു. വന്ന സമയത്ത് അന്ന് ഒരു മാസത്തിലെ 2ാമത്തെ പ്രാവശ്യം ഞാൻ അച്ഛനെ കാണാൻ വരുന്നത്. അപ്പോൾ കാണാൻ പറ്റുമെന്ന് ഡൗട്ടൊക്കെ ആയിരുന്നു. പക്ഷെ അച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് മോൻ്റെ ഫോട്ടോ മേടിച്ചിട്ട് ഇതാരാന്നൊക്കെ ചോദിച്ചു. പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു എല്ലാം ശരിയാവും മോളെ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ പ്രാർത്ഥനയിൽ നിന്നതുകൊണ്ട് മാത്രമാണ് ഈ സിറ്റുവേഷൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഒരു ചെറിയ വിഷമം വന്നാൽ പോലും പെട്ടെന്ന് ഡൗൺ ആവണ ആളുകളാണ് നമ്മൾ. പക്ഷെ ഇത് പ്രാർത്ഥനയിൽ നിന്നതുകൊണ്ട് ഈ അവസ്ഥയിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി ലഭിച്ചു. അവിടെ മോൻ ഇത്ര ഉഷാറായിട്ട് തന്നു. അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും 1000 നന്ദി. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയെ നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. സങ്കീർത്തനം 30 2-ാം വചനമാണ്. എൻ്റെ ദൈവമേ എന്നാണ് സങ്കീർത്തകൻ വിളിച്ചത്. ദൈവം നമ്മുടെ കൂടെയുള്ള ദൈവമാണ്. അവിടുന്നാണ് നമ്മുടെ പൂർണ്ണ ആശ്രയം. നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. ആഴത്തിലുള്ള വേദനയിലും നിസ്സഹായാവസ്ഥയിലും രോഗത്തിലും പീഡകളിലും എല്ലാ ബുദ്ധിമുട്ടുകളിലും നമ്മൾ ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്, നമ്മുടെ ഹൃദയ നിലവിളികളാണ് ഈശോ കേൾക്കുന്നത്. ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കുന്നത്.
ഈ മകള് അശ്വതി മെറീനയുടെ അനുഭവ സാക്ഷ്യത്തിൽ നാം ഇതാണ് കാണുന്നത്. എൻ്റെ ദൈവമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച ഈ മകളുടെ പ്രാർത്ഥന ഈശോയും അമ്മയും കേട്ടു. മകൾ ഉടമ്പടി ജീവിതം നയിക്കുന്ന ഒരു മോളാണ്. പക്ഷെങ്കിൽ ഓഗസ്റ്റ് 9 ഒരു ചെറിയ പനിയിൽ കൂടെയാണ്. പിന്നീട് മകന് വളരെ റെയറായിട്ടുള്ള ഒരു അസുഖമാണ്. അത് ഫയേഴ്സ് എന്ന് പറഞ്ഞ അസുഖമാണ്. അവൻ്റെ ബ്രെയിനിൻ്റെ അകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഫിക്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. സെഡക്ഷൻ കൊടുത്ത് ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസ് കുറയ്ക്കലാണ് ഇതിൻ്റെ മെഡിക്കേഷൻ. അവന് മെഡിക്കലിൽ അവൻ അഡ്മിറ്റ് ചെയ്ത് അവന് കോമയിലാക്കിയിട്ട് വേണം ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട്, മെഡിക്കേഷൻ ചെയ്യുവാനായിട്ട്. ഈ കണ്ടീഷനിലാണ് അവനെ ഈ നാട്ടിൽ കൊണ്ടുവന്നത്. നമ്മൾ കണ്ടു, ആ ഫോട്ടോ കണ്ടു. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ മക്കൾ നാട്ടിൽ വന്ന് പുതിയ ട്രീറ്റ്മെൻറ്റിനായിട്ട് ആലോചിച്ചത്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലെത്തി. ഈ ഫോട്ടോയുമായിട്ടാണ് ഈ മക്കൾക്ക് വരാൻ സാധിച്ചില്ല. മകൻ്റെ ഫോട്ടോയുമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിലെത്തി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈകളിൽ ഫോട്ടോ കൊടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു, മോളെ എല്ലാം ശരിയാകും. ആ വചനത്തിൽ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ഈ മക്കളും ഉടമ്പടി ജീവിതത്തിലായിരുന്നുകൊണ്ടാണ് ഇത്രയും പ്രയാസപ്പെട്ട രോഗാവസ്ഥയിലും അവരുടെ വിശ്വാസം നഷ്ടപ്പെടാതെ ഈ രോഗാവസ്ഥയിൽ ജീവിതം മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിച്ചത്. എല്ലാം അക്സെപ്റ്റ് ചെയ്ത് സ്വീകരിച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ അവസ്ഥ ഇവർക്ക് സ്വീകരിക്കാൻ സാധിച്ചത്. അച്ഛൻ പ്രാർത്ഥിച്ചതുപോലെ ഓരോ പ്രാവശ്യവും ഡെയിലി ബ്രെഡിലും പിന്നെ ഓരോ ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിലുമെല്ലാം അച്ഛൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഡെയിലി ബ്രെഡിലും അച്ഛൻ പറഞ്ഞു മക്കൾക്ക് വേണ്ടി, രോഗാവസ്ഥയിലിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഓരോ പ്രാർത്ഥന കേൾക്കുമ്പോഴെല്ലാം ഇവിടെ വിശ്വാസം കൈവിടാതെ ഈശോയെ മുറുക്കെ പിടിച്ചുകൊണ്ട് എൻ്റെ ദൈവമായ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പിടിച്ചു നിൽക്കാൻ ശക്തി കിട്ടിയത് ഇവർക്ക് ഈ പ്രാർത്ഥനയിലൂടെയാണ്. പിന്നീട് ഓരോ കാര്യവും ഈ മകൾ ഷെയർ ചെയ്ത പോലെ എല്ലാ കാര്യവും ദൈവം ഏറ്റെടുക്കുകയായിരുന്നു. പ്രയാസങ്ങളുടെ നടുവിലും ഇവർക്ക് വിശ്വാസം കൈവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ മകന് രോഗസൗഖ്യം ലഭിച്ച് ഒക്ടോബർ 7 ഡിസ്ചാർജ് ആയത്. ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്നു സംസാരിക്കാൻ സാധിക്കില്ല, പാരലൈസ്ഡ് ആകും, ഒത്തിരി കോംപ്ലിക്കേഷൻസ് പറഞ്ഞിരുന്നെങ്കിലും ഇതെല്ലാം ഈശോയും അമ്മയും ഈ മകന് ഒരു നല്ലൊരു രോഗസൗഖ്യം നൽകി ഈ മകനെ ഇന്ന് അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കൊണ്ടുവരാൻ സാധിച്ചു. നമ്മുടെ ജീവിതത്തിലും വേദനയിലായിരിക്കുമ്പോഴോ രോഗാവസ്ഥയിലോ എന്തുമായിക്കട്ടെ നമുക്കും വിശ്വസ്തത്തോടെ നിലവിളിക്കാം, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്ന് നിലവിളിക്കാം. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും അവഗണിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഈശോയും അമ്മയും കേൾക്കും. അതാണ് ഉടമ്പടി മക്കൾക്കുള്ള തീർച്ച. ആ വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങേ നിലവിളിച്ച് അപേക്ഷിക്കുന്നു എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ രോഗസൗഖ്യത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.